ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്ന വിഷയം വീഴുന്ന പത്രോസും എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തുവും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ ആണ് നമ്മൾ ഈ ഒരു സംഭവം കാണുക. 1-ാമത്തെ വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഇതിനു ശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. തിബേരിയാസ് കടൽ തീരമാണ് രംഗം. ഈ തിബേരിയാസ് കടൽ തീരത്ത് ഒരുപാട് അനുഭവങ്ങൾ ശിഷ്യ സമൂഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പത്രോസും കൂട്ടരും. ആദ്യമായിട്ട് പത്രോസിനെ തിരഞ്ഞെടുക്കുന്നതും മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് ഉറപ്പ് കൊടുക്കുന്നതും വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നതും ഒക്കെ ഈ തിബേരിയാസ് കടൽ തീരത്ത് വെച്ചാണ്. തൻ്റെ വഞ്ചി ക്രിസ്തുവിന് പ്രസംഗപീഠമായിട്ട് കൊടുക്കുന്നതും ഈ വഞ്ചിയിലിരുന്ന് ക്രിസ്തു പഠിപ്പിക്കാൻ തുടങ്ങുന്നതും ഒക്കെ തിബേരിയാസ് കടൽ തീരത്ത് വെച്ചാണ്. ഈ കടലിൽ വെച്ചാണ് നമ്മുടെ പത്രോസ് ഒരിക്കൽ വെള്ളത്തിൻ്റെ മീതെ നടന്നിട്ട് വെള്ളത്തിലോട്ട് മുങ്ങിപ്പോണതും ക്രിസ്തു കരം കൊടുത്ത് ഉയർത്തുന്നതും. മറ്റൊരിക്കൽ ഈ കടലിൽ വെച്ചാണ് കൊടുങ്കാറ്റ് വീശുന്നതും ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുന്നതും ക്രിസ്തു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതും. ഇതാ വീണ്ടും ഈ തിബേരിയാസ് കടൽ തീരം തന്നെ ക്രിസ്തുവിൻ്റെ മറ്റൊരു കൈ പിടിച്ച് ഉയർത്തുന്ന ഒരനുഭവം നമുക്ക് സമ്മാനിക്കുകയാണ്. പത്രോസിനെ കർത്താവ് കൈ പിടിച്ച് ഉയർത്തുകയാണ് വലിയൊരു വീഴ്ചയിൽ നിന്ന്. വലിയ നേതാവാണ്, ശക്തിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, എല്ലാം ചെയ്യാൻ സാധ്യതകൾ ഒരുപാടുള്ള പത്രോസ്, ശിഷ്യന്മാരുടെ നേതാവ്, വലിയൊരു വീഴ്ച ഈ തിബേരിയാസ് കടൽ തീരത്ത് വീണ്ടും സംഭവിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുകയാണ്. ശിഷ്യന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പത്രോസ്ലിഹ ഉറക്കെ പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. പണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ഭംഗിയായിട്ട് ഇറങ്ങിപ്പോന്നതാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. കൂട്ടത്തിലെല്ലാവരും പറഞ്ഞു, ഞങ്ങളും പോരുകയാണ്. ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വന്നേക്കാം. അവരുടെ വലിയൊരു സപ്പോർട്ട് ആ കാര്യത്തിൽ കിട്ടുകയാണ്. പത്രോസ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, സമർപ്പിച്ചപ്പം അത് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെയും അതിലേക്ക് തന്നെ മനസ്സ് പോവുക. സമർപ്പിച്ചത് നന്നായിട്ട് സമർപ്പിച്ചതാണെങ്കിൽ പിന്നെ അതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല, പിന്നെ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ പത്രോസ് വീണ്ടും അതേ അനുഭവത്തിലേക്ക് തന്നെ, മാരകപാപമൊന്നുമല്ല. വിശുദ്ധ ഗ്രിഗറി പറയും, ശിഷ്യന്മാര് ശിഷ്യത്വത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയെന്നേ ഉള്ളൂ, അവർ മാരകപാപമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈശോ ആഗ്രഹിച്ചത് അവർ വീണ്ടും മീൻ പിടിക്കാൻ പോകാനല്ല. അത് വലിയൊരു സത്യമാണ്. എന്താണെങ്കിലും നമ്മുടെ പത്രോസിൽ വലിയൊരു വീഴ്ച സംഭവിക്കുകയാണ് പഴയതിലേക്ക്. സത്യത്തിൽ നമുക്ക് മനസ്സിലാവും, പത്രോസിന് ലഭിച്ച വിളി, അതിൻ്റെ അർത്ഥം, ആന്തരാർത്ഥം മുഴുവൻ ഗ്രഹിക്കാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ല. വിളിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ പത്രോസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പത്രോസിനെ കർത്താവ് കൈ പിടിച്ചുയർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്തേ ഇങ്ങനെ ഒരു വീഴ്ച പത്രോസിന്റെ ജീവിതത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. എന്തേ ഇങ്ങനെ വീഴാൻ അനുവദിച്ചത്, എന്തേ ഇങ്ങനെ ഒരു സംഭവം നടന്നത് നമുക്ക് കാണാം. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നിനക്കറിയാം ഞങ്ങൾ ബലഹീനതകൾ ഉള്ളവരാണെന്ന്, നിനക്കറിയാം ഞങ്ങൾ കുറവുകളുള്ളവരാണെന്ന്, പിന്നെ എന്തേ ഞങ്ങളിങ്ങനെ വീഴാൻ നീ അനുവദിച്ചു? എന്തേ ഞങ്ങൾ വീഴുന്ന കണ്ടിട്ട് നീ മിണ്ടാതെ ഇരുന്നു? എന്തേ ഇങ്ങനെ ഒരു വീഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ? കർത്താവ് മറുപടി പറയാൻ, നിങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. തന്നെയുമല്ല, ഇനിയും അനേകർ നിങ്ങളുടെ അരികിലേക്ക് വരും. ശക്തി കുറഞ്ഞവരും ദുർബലരും പാപികളും എളുപ്പം വീണു പോകുന്നവരൊക്കെ നിങ്ങളുടെ അരികിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അവരും നിങ്ങളെപ്പോലെ തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും അവരോട് കുറെ കൂടെ കാരുണ്യം കാണിക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവരെ പോലെ തന്നെ വീണിട്ടുള്ളവരാണെന്നുള്ള സത്യം കുറെ കൂടെ എളിമയിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നവരെയൊക്കെ ദൈവാനുഭവത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ വീഴാൻ ഞാൻ അനുവദിച്ചത് എന്ന് ഈശോ പറയുന്ന ഒരു രംഗം ആ പുസ്തകത്തിൽ വിവരിച്ചത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, ആരും തന്നെ വീഴാത്തവരില്ല. എല്ലാവരും തന്നെ വീണിട്ടുണ്ട്. എല്ലാവരും തന്നെ, ആർക്കും ഒരിക്കൽ പോലും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണെടുത്ത് തന്നെ കിടക്കാൻ ആരും ഇടയാക്കിയിട്ടില്ല. എഴുന്നേറ്റിട്ടുണ്ട്, ശക്തമായിട്ട് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പല കാരണങ്ങളാകാം നമ്മൾ വീഴാൻ ഇടയായിട്ടുള്ളത്. ഒരു പക്ഷേ ദൈവഹിതം ആലോചിക്കാതെ, ദൈവഹിതം അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പോയത് കൊണ്ടാകാം നീ വീഴാനിടയായത്. സ്വന്തം ഇഷ്ടമനുസരിച്ച്. ഇവിടെ പത്രോസ്ലീഹ ആരോടും അഭിപ്രായം ചോദിക്കുന്നില്ല, കർത്താവിനോടും ചോദിക്കുന്നില്ല, കർത്താവേ ഞാൻ പോണോ ഈ പണിക്ക്, ഞാൻ പോണോ മീൻ പിടിക്കാൻ, ചോദിച്ചിട്ടില്ല പത്രോസ്. സ്വന്തം പ്ലാൻ അനുസരിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു വീഴ്ചയും സംഭവിച്ചു. ദൈവഹിതം തേടാതെ സ്വന്തം ബുദ്ധി അനുസരിച്ച്, സ്വന്തം പദ്ധതി അനുസരിച്ച് ആര് വഴികൾ തയ്യാറാക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, അവരുടെ ജീവിതത്തിൽ പാളിച്ചകളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വീഴ്ചകളിൽ നിന്ന് നമുക്ക് ഉയരേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ വലിയ കടബാധ്യതയാണ്, 70 ലക്ഷം രൂപ, അത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 70 ലക്ഷം രൂപ എന്നുള്ളത് വലിയൊരു സംഖ്യയാണ്. അത് ഒരിക്കലും വീട്ടാൻ പറ്റുകയില്ലാത്ത പോലെയാണ്. വലിയ വേദനയോട് കൂടിയിട്ടാണ് പറയണത്. 70 ലക്ഷം രൂപ കടമുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ കടം വന്നത്? അതൊരു ബിസിനസ് ചെയ്തതാണ്. എന്ത് ബിസിനസ്സാണ്? കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒരു ബിസിനസ്സാണ്. അതെങ്ങനെയുണ്ട് ഇപ്പം? അത് മൊത്തം തകർന്നു സിസ്റ്ററെ. ഒന്നും അതിൽ നിന്ന് വരുമാനം, ഒരു 10 രൂപ പോലും കിട്ടാനുള്ള മാർഗം അതിൽ നിന്ന് ഇല്ല. മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ട്. എങ്ങനെ ഈ കടം വീട്ടാൻ പറ്റും? അറിയില്ല സിസ്റ്ററെ. വേറെ എന്തെങ്കിലും നിങ്ങളുടെ കൈകളിൽ അത് വീട്ടാൻ പാകത്തിന് എന്തെങ്കിലും സമ്പത്തുണ്ടോ? ഇല്ല സിസ്റ്ററെ, ഒന്നുമില്ല. പറമ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ വിറ്റ് കളഞ്ഞിട്ട് കടം വീട്ടാൻ പറ്റുന്ന പോലെ ഒന്നും തന്നെ ഞങ്ങളുടെ കൈകളിലില്ല. മനസ്സിൽ വലിയ വേദനയാണ്, സങ്കടമാണ്. ഞാൻ ഉടനെ ചോദിച്ചു, ഈ ബിസിനസ് തുടങ്ങിയപ്പം ഈശോയോട് ചോദിച്ചായിരുന്നോ? ഇല്ല സിസ്റ്ററെ, അങ്ങനെയൊന്നും ചോദിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുമായിരുന്നോ? പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. പള്ളി പോകുമായിരുന്നോ? പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് പോകും. കുമ്പസാരം അത് ആണ്ടിലൊരിക്കൊക്കെ ഉണ്ട്. കുടുംബ പ്രാർത്ഥന അത് വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഉടനെ പറഞ്ഞു, സഹോദര, ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധിയിൽ മാത്രം പ്ലാൻ ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കർത്താവ് നമ്മളെ വീണ്ടും തകർന്നു വീഴാൻ ഇടയാക്കും. എന്തിനാണെന്നറിയാവോ? കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാക്കി നമ്മളെ മാറ്റാൻ. സ്വന്തം ശക്തി കൊണ്ട് മുന്നോട്ട് പോയാൽ നടക്കില്ല മോനെ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം ചില തകർച്ചകൾ കർത്താവ് നമുക്ക് അനുവദിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഈ വേദനകളും ഈ തകർച്ചകളൊക്കെ നമുക്ക് തരുന്നത് മറ്റൊരു ഉദ്ദേശം ഈശോയുടെ മനസ്സിലുണ്ടാകാം. എന്താണെന്നറിയാവോ? ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾ അത് വളരെ വലിയ ശുശ്രൂഷകളാണ്, അത് വളരെ വലിയ കാര്യങ്ങളാണ്. അതിനൊരുക്കമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ നൊമ്പരത്തിലേക്ക് ക്രിസ്തു കൈവിടാൻ സാധ്യതയുണ്ട്. അതിനൊരു ഒരുക്കപ്പെടലാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വേദനകളും ഈ ഞെരുക്കങ്ങളും കർത്താവ് നമുക്ക് അനുവദിച്ചു തരിക. മറന്നു പോയേക്കല്ല. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ അരികിൽ വരുന്ന ആരോടും കാരുണ്യത്തോടെ മാത്രം ഇടപെടാൻ. നമ്മൾ വലിയ മിടുക്കര്, അവർ വലിയ പാപികൾ അല്ല. നമ്മളും അവരൊക്കെ ഒരുപോലെ ദൈവത്തിൻ്റെ മകൻ മകള് എന്ന രീതിയിൽ അവരെ കാണാൻ, ചേർത്ത് പിടിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, അതിനു വേണ്ടിയിട്ട് കൂടെയാണ് കർത്താവ് ഇതുപോലെയുള്ള വീഴ്ചയുടെ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുക. ദൈവഹിതത്തിന് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് നീ പോകുന്നതെങ്കിൽ നിന്റെ അധ്വാനങ്ങൾക്ക് സമ്മാനമുണ്ട്. പത്രോസ്ലീഹ മീൻ പിടിക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയി. അറിയാലോ നമുക്ക് സംഭവം എന്താ ഉണ്ടായെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ഒരുപാട് പണിയെടുത്തു. രാത്രി മുഴുവൻ എന്തേരെ വല വീശിയിട്ടുള്ള മനുഷ്യനാണ്, എന്തേരം മീൻ പിടിച്ചിട്ടുള്ള മനുഷ്യനാണ്. അന്ന് രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് ഒരു കൊച്ചു മത്സ്യത്തെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തോറ്റ് തൊപ്പിയിട്ടിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ട് സങ്കടപ്പെട്ടിട്ടിരിക്കുമ്പം ഈശോ വീണ്ടും വരാൻ ഒരു വിളിയാണ്. ആ കടൽ തീരത്ത് നിന്നിട്ട് അങ്ങ് നടുക്കടലിൽ വല വീശിക്കൊണ്ടിരുന്ന ആ ശിഷ്യ സമൂഹത്തെ നോക്കിയിട്ട് ഉറക്ക വിളിച്ച് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ? ഉറക്ക വിളിക്കുകയാണ് കർത്താവ്, ഉറക്ക വിളിക്കുകയാണ്. പത്രോസിന് കാര്യം മനസ്സിലായി, ഇത് ഈശോയെ വിളിക്കണേന്ന് മനസ്സിലായി. ഉടനെ കടലിലേക്ക് എടുത്ത് ചാടി വഞ്ചിയേക്കാളും സ്പീഡിൽ ഈശോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ വീണ്ടും പത്രോസിനെ കൈപിടിച്ചുയർത്തുകയാണ്, വീണ്ടും കൈപിടിച്ചുയർത്തുകയാണ്. പത്രോസിനോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല അല്ലേ, മൊത്തം പൊട്ടിപ്പോയില്ലേ? സാരമില്ല കേട്ടോ, വലത്ത് വശത്ത് വീശ്, വലത്ത് വശത്ത് വലയിട്, വലത്ത് വശത്ത് വലയിട്, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാ കർത്താവ് പറയണത്. നിങ്ങൾക്ക് കിട്ടും ഉറപ്പ്. കർത്താവിൻ്റെ സ്വരം അനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ മകനെ നിന്റെ അധ്വാനത്തിന് ഫലമുണ്ട്.
കർത്താവിൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ അധ്വാനത്തിന് സമ്മാനമുണ്ട്. അല്ല എങ്കിൽ ശൂന്യത മാത്രം ബാക്കി. അല്ല എങ്കിൽ നിന്റെ അധ്വാനം മാത്രം ബാക്കി. നിന്റെ കൈകളിൽ സമ്പത്തെന്ന് പറയാൻ, നേട്ടമെന്ന് പറയാൻ, വിജയമെന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല എന്ന് കർത്താവ് നിന്നെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ച് തരിക. നീ എത്ര അധ്വാനിച്ചാലും നിനക്കൊന്നും കിട്ടാതെ വരുന്നൊരു അനുഭവം ഉണ്ടാകല്ലേ. മറ്റൊരു കാരണം, എങ്ങനെയാ ഇങ്ങനെ വീണു പോണത്? എങ്ങനെ വീഴ്ച സംഭവിച്ചു പോണത്? ഉപേക്ഷിച്ചതിനെ പിന്നെയും ഒന്ന് ചേർത്ത് പിടിക്കാനൊരിഷ്ടം, വേണ്ട എന്ന് വെച്ചതിനെ പിന്നെയും ഒന്ന് മനസ്സിൽ താലോലിക്കാനൊരിഷ്ടം, ഉപേക്ഷിച്ച് കളഞ്ഞതിനോട് പിന്നെയും മനസ്സുകൊണ്ടൊരു അടുപ്പം. എങ്ങനെയാ അങ്ങനെ വരാൻ കാരണമെന്നറിയാവോ? നിന്റെ പ്രാർത്ഥന എന്നോ എവിടെയോ വെച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഓർത്തു നോക്ക്, പത്രോസ് വലിയ ഒരു വീഴ്ച, തള്ളിപ്പറയുന്ന ഒരു വീഴ്ച ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട്. എന്താണെന്നറിയാവോ? ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ ചോര വിയർക്കുവോളം പ്രാർത്ഥിക്കുകയാണ്. എടുക്കാൻ പോകുന്ന കുരിശിൻ്റെ ഭാരം, സഹിക്കാൻ പോകുന്ന പീഡകളുടെ ആധിക്യം, കുരിശിൽ മരിക്കാൻ പോകുന്നതിൻ്റെ ആ വേദനയുടെ കാഠിന്യം, ഇത് മുഴുവനും മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ വേദനയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അവരെ കണ്ടിട്ട് ഈശോ പറഞ്ഞു, ഉറങ്ങുകയാണോ നിങ്ങളിരുന്ന് ഉറങ്ങുകയാണോ? ഈശോ ചോദിക്കുകയാണ്. ഉടനെ പത്രോസും കൂട്ടരൊക്കെ കണ്ണും തിരുമ്മി എഴുന്നേറ്റു. അയ്യോ കർത്താവെ, ഉറക്കം വന്നു, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്, സോറി, ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഈശോ നോക്കി, പിന്നെയും ഉറങ്ങുകയാണ്. അപ്പോഴും ഈശോ ചോദിക്കുന്നു, 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റില്ല അല്ലേ? 1 മണിക്കൂർ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ പറ്റില്ല അല്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് എന്നിട്ടും ബോധ്യം വന്നില്ല, എന്നിട്ടും തിരിച്ചറിഞ്ഞില്ല. ഈശോ സഹിച്ചിട്ട്, ഈശോ അത്രയും മാനസിക പീഡ അനുഭവിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശിഷ്യന്മാർക്ക് അത് അല്പം പോലും തിരിച്ചറിയാൻ ഒരു വകതിരിവും ഇല്ലാത്ത ശിഷ്യന്മാർ. അങ്ങനെ ചിലപ്പം നമ്മളൊക്കെ ചിന്തിച്ചു പോകും. ഈ ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങുമായിരുന്നു. പത്രോസ് അതുകൊണ്ടല്ലേ തള്ളിപ്പറയേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കാതെ പോയത്? അതുകൊണ്ടല്ലേ പത്രോസിൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും നികത്താൻ പറ്റാത്തൊരു വിടവ് അന്ന് ഒറ്റ പ്രാവശ്യമല്ലേ തള്ളിപ്പറഞ്ഞുള്ളൂ? പാവം, ആരൊറ്റ സംഭവം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയണില്ലേ പത്രോസിന്റെ വീഴ്ച? ആരെങ്കിലും മറന്നിട്ടുണ്ടോ? വേറെ എന്തേലും കാര്യങ്ങൾ ഓർക്കാനുണ്ട്. പക്ഷെ പത്രോസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർക്കണത് കോഴി കൂകുന്നതും 3 പ്രാവശ്യം തള്ളി പറഞ്ഞതും. വേറെ ഒരു വീരകൃത്യവും പത്രോസ് ചെയ്ത് നമ്മൾ ഓർക്കാറില്ല. ആദ്യം ഓർമ്മയിലേക്ക് വേണ്ടത് ഈ വീഴ്ചയാണ്. ആരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക. പത്രോസ് വീണു, കാരണം പ്രാർത്ഥനയില്ലായിരുന്നു. ഞാൻ ഓർക്കാണ്, ഒരു സഹോദരി 24-25 വയസ്സ് പ്രായമുള്ള ഒരു മോള്, അവൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 കൊല്ലമായിട്ട് നല്ല ജോലി, നല്ല ശമ്പളമുണ്ട്, മിടുക്കിയായിട്ട് ജോലി ചെയ്യണു. ഈ മോള് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ആകെ തകർന്നിട്ടുണ്ട്. എന്താ മോളെ കാര്യം? തകരാനുള്ള കാരണം എന്താണ്? ഇവള് പറഞ്ഞു, ഞാനൊരു തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു. എന്നിട്ടോ അത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വീട്ടിൽ ശക്തമായ എതിർപ്പ്, മറ്റേ ആളുടെ സുഹൃത്തിൻ്റെ വീട്ടിലും വലിയ എതിർപ്പ്, 2 വീട്ടുകാരും തമ്മിൽ വലിയ ബഹളം, വഴക്ക്. ഇവളൊടുവിൽ ഇവൾ തന്നെ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നടക്കുന്നില്ല, മനസ്സുകൊണ്ട് വിടാൻ പറ്റുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ കുറേയധികം ഇവൾ പ്ലാൻ ചെയ്തു, കുറേയധികം ഇവൾ ട്രൈ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ എടുത്ത് ആശുപത്രിയിൽ ICUവിൽ കൊണ്ടാക്കി. ഇവൾ പണിയെടുത്ത കാശ് മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വന്നു. കുറച്ചും കൂടെ കടം വാങ്ങിയിട്ട് കൊടുക്കേണ്ടി വന്നു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. മുഴുവൻ പൈസയും നഷ്ടമായി. ഞാൻ ചോദിച്ചു, മോളെ ഈ കാര്യമൊക്കെ നാട്ടിലറിഞ്ഞോ? പിന്നെ അറിയാതിരിക്കുമോ സിസ്റ്റർ? എല്ലാവരും അറിഞ്ഞു. നാണം കെട്ടിട്ട് നടക്കാൻ മേല, പുറത്തിറങ്ങാൻ നടക്കാൻ മേല. നിൻ്റെ മനസ്സിൽ സങ്കടമാണോ? സങ്കടമുണ്ട് സിസ്റ്റർ, അത് മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി, ഒന്ന് ഉറങ്ങിയിട്ട് നാളുകളായി, ഒന്ന് മനസ്സ് തുറന്ന് യേശുവേ എന്ന് വിളിച്ചിട്ട് നാളുകളായി. എൻ്റെ മനസ്സ് അല്പം പോലും ശാന്തിയില്ല, അല്പം പോലും സ്വസ്ഥതയില്ല, മനസ്സ് മുഴുവനും അസ്വസ്ഥമാണ്. ഞാൻ ചോദിച്ചു, മോളെ പ്രാർത്ഥന എങ്ങനെയുണ്ടായിരുന്നു? നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം ഉണ്ടായിരുന്നോ? ഇവൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സിസ്റ്ററെ. ഒരു +2 വരെയുള്ള സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പോലും ബലിയർപ്പണം ഞാൻ മുടക്കിയിട്ടില്ല. ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. മുട്ടുകുത്തി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെയായിരുന്നു അത്രയും നാളുകളിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. എൻ്റെ സ്വരമാണ് എല്ലാവരിലും നിന്ന് മുഴങ്ങിക്കെട്ടിരുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മാസത്തിലൊരിക്കലും നിർബന്ധമായിട്ടും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. +2 വരെ. അത് കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തേ മാറിപ്പോയി, മൊത്തം മാറിപ്പോയി. ഞാൻ ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് ഞാൻ നയിക്കപ്പെടുന്നൊരു അനുഭവം. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം.
ചെയ്യാൻ പാടില്ലാത്തത് മുഴുവൻ ചെയ്തു, അരുതാത്തത് മുഴുവൻ, പറയാൻ പാടില്ലാത്തത് മുഴുവൻ, കേൾക്കാൻ പാടില്ലാത്തത് മുഴുവൻ. ഒരുപാട് വീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടായി, ഒരുപാട് പാപങ്ങളും ഒരുപാട് സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ ഓർത്തിട്ടൊന്ന് വേദനയുണ്ട്, അതൊക്കെ ഓർത്തിട്ടൊന്ന് സങ്കടമുണ്ട്. എൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ ഒരു പട്ടിക അത് മാത്രമേ ഉള്ളൂ എനിക്ക്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. കുറേ ഇരുന്ന് കരഞ്ഞു ഈ പാവം മോള്. ഈ കൊച്ച് ഒത്തിരി ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ സാരമില്ല, ഇതൊക്കെ ഈശോ നിന്നെ കൃപയ്ക്ക് വേണ്ടിയിട്ട്, കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ട് ഒരുക്കുന്നൊരവസരമാണ്. ഇങ്ങനെയുള്ള മക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഈശോ ഒരുക്കുകയാണ്. നീ ധൈര്യം ചോർന്നു പോകാൻ ഇടയാക്കല്ല, നീ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചു പോകാൻ ഇടവരുത്തല്ല. കുറച്ചുകൂടെ ശക്തിയുള്ളവളാകുക, കുറച്ചുകൂടെ ധൈര്യമുള്ളവളാകുക. ഈശോ നിൻ്റെ കൂടെയുണ്ട്, ഈശോ നിൻ്റെ കൂടെയുണ്ട്. പത്രോസിനെ വീണെടുത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചവനല്ലേ ഈശോ. പത്രോസ് ആദ്യം തള്ളിപ്പറഞ്ഞു, പിന്നെ അവൻ മീൻ പിടിക്കാൻ പോയി. എത്ര വീഴ്ചകൾ! പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയം വരെയും പത്രോസിലെ വീഴ്ചകളുടെ ഒന്നിന് പുറകെ ഒന്ന് ഇങ്ങനെ വീണിട്ടും കർത്താവ് തള്ളിക്കളഞ്ഞില്ലല്ലോ. കർത്താവ് വീണ്ടും ഉയർത്തിയില്ലേ. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിന്റെ ജീവിതത്തിൽ ഇത്രയും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളും വീണാൽ എന്ന് വെച്ചിട്ട് വീഴാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വീണു എന്നോർത്തിട്ട് കുറ്റബോധം, നിരാശ, സങ്കടം വേണ്ട. നമുക്ക് കൈ പിടിച്ചുയർത്താൻ നമ്മുടെ ക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് അരികിൽ വന്നിട്ട് ആ ചങ്കിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, സ്നേഹം കിട്ടും, സന്തോഷം കിട്ടും, ഇങ്ങനെ പറയാൻ ഒരു ക്രിസ്തു നിനക്കുണ്ടെന്ന് നീ ഓർക്കണം. ഈ കൊച്ചിൻ്റെ തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. കുറേ അധികം അവൾ സങ്കടപ്പെട്ടു, കരഞ്ഞു. അവളും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, ധ്യാനത്തിൽ പങ്കുചേർന്നു. മിടുക്കിയായി സന്തോഷത്തോടെ പോയത് ഞാൻ ഓർക്കാൻ, എല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ കഴിഞ്ഞതിനെ ഓർത്തിരിക്കാതെ, കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ, ആ ഓർമ്മകൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കാതെ പുതിയ കാര്യങ്ങൾ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, എങ്ങനെ ഈശോയോടൊപ്പം മുന്നോട്ട് പോകാം, എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാം, ഇങ്ങനെ ഈ മകൾ തീരുമാനമൊക്കെ എടുത്തിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് പോയത് ഞാൻ ഓർക്കുക. ഈശോയ്ക്ക് നന്ദി പറയാൻ. എത്രയോ ജീവിതങ്ങൾ ഇതുപോലെ വീണിട്ട് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിലെ വീഴ്ചകൾ സംഭവിക്കാം. വീണിട്ടുണ്ടാകാം, നീ വീണിട്ടുണ്ടാകാം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം നീ വീണിട്ടുണ്ടാകാം. പക്ഷേ ഇനിയെങ്കിലും വീണെടുത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പിന്നെയും അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയാക്കാതെ അവിടെ നിന്ന് ശക്തിയോടെ എഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ദാവീദ് സിംഹത്തെയും കരടിയൊക്കെ കൊന്നത് ഒരു ആട്ടിൻകുട്ടീനെ എന്ന പോലെയാണ്. വലിച്ചു കീറുമായിരുന്നു. ശക്തി ഉണ്ടായിരുന്നു ദാവീദിന്. അതുപോലെ സാംസൺ ഒരു ചത്ത കഴുതയുടെ താടിയിലെടുത്തിട്ടാണ് 1000 കൊന്നത്. ഒരു ചത്ത കഴുതയുടെ താടിയല്ലേ, എത്ര ശക്തി ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യരല്ലേ അവർക്ക് എങ്ങനെ ഇത്രയും ശക്തി കിട്ടിയത്? ലോകത്തിൻ്റെ ശക്തികളെ, ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ, ലോകത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ ഒരു ശക്തി നിനക്ക് ആവശ്യം. ചോദിക്കണം കർത്താവിനോട്, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് തന്നെ നിനക്ക് ഈ ശക്തി തരും. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിനോട് ചേർന്ന് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ വീഴ്ചകളെ മുഴുവൻ ഉയർച്ചകളാക്കി മാറ്റാൻ ക്രിസ്തു നിന്നെ സഹായിക്കും. അതിന് 1-2 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണമെന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചു തരികയാണ്. എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ജാഗ്രതയോടെ വ്യാപരിക്കണം. ഏറ്റവും ജാഗ്രതയോടെ. ഉഴപ്പി നടന്നാൽ പറ്റത്തില്ല എന്ന്. അല്പം ഇച്ചിരി സന്തോഷം, ഇച്ചിരി TV കാണല്, ഇച്ചിരി സീരിയൽ കാണല്, ഇച്ചിരി നോണ പറച്ചില്, ഇച്ചിരി കുറ്റം പറച്ചില്, ഇച്ചിരി ബീറ് കഴിക്കല്, ഇച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കല് അല്ല. പാപത്തിൻ്റെ വഴികൾ പൂർണ്ണമായും. അല്പം അശുദ്ധി, അല്പം വിശുദ്ധി നടക്കത്തില്ല കേട്ടോ. കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടത്തില്ല, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റത്തില്ല. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയിൽ, വിശുദ്ധിയിൽ, ജ്ഞാനത്തിൽ, ജാഗ്രതയോടെ വർത്തിക്കാൻ നിനക്ക് കഴിയണം. ദാവീദ് രാജാവിനെ പറ്റിയ വീഴ്ച ഓർക്കുന്നില്ലേ? ഒരുറക്കാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഒരുറക്കം. അധികം ഉറങ്ങി സമയം കളയല്. നിന്റെ ജീവിതത്തിൽ നിനക്ക് വിശ്രമം ഇല്ലാന്ന് തന്നെ നീ കൂട്ടണം. നിനക്ക് അധ്വാനിക്കാനുള്ള അവസരങ്ങളേ ഉള്ളൂ. നിനക്ക് വിശ്രമം തേടാൻ സമയമായിട്ടില്ല. അവിടെ ചെല്ലുമ്പം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുമ്പം അവിടെ ആകണം നമ്മുടെ വിശ്രമം. ഈ ഭൂമിയിലുള്ള കാലത്തോളം എനിക്ക് വിശ്രമം വേണം. ഒരു 10 ദിവസത്തെ ലീവ് ഇല്ല കേട്ടോ. ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ആർക്കും ലീവ് എടുക്കാൻ, ഹോളിഡേയ്സ് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് വിശ്രമവും ഇല്ല. അവർ 24 മണിക്കൂറും ഓൺലൈനിലാണ്. അവർ 24 മണിക്കൂറും ശുശ്രൂഷകൾ തന്നെ ചെയ്യുന്നവരാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച്, അനേകരെ ക്രിസ്തുവിനെ സ്വന്തമാക്കി, അനേകരോട് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുത്ത് ക്രിസ്തുവിൻ്റെ കൈകളിൽ ഉപകരണമായി മാറാൻ ജാഗ്രതയോടെ നീ വർത്തിക്കേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും ജാഗ്രത പാലിക്കാൻ, തിന്മ നിന്നെ കീഴടക്കാൻ അതീവ ശ്രദ്ധയോടെ ഇരിക്കാൻ.
ഏത് സമയത്തും തിന്മ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഒരു വാക്ക് ആരിലൂടെയെങ്കിലും പറഞ്ഞിട്ട് നിന്റെ സ്വസ്ഥത കളയും. ആ ഒരൊറ്റ വാക്ക് മതി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, കുറേ നാളുകൾ ഒറ്റ വാക്കിൻ്റെ പുറത്ത് സമാധാനം കളയാൻ സാധ്യതയുണ്ട്. തിന്മ അത്രയും ജാഗ്രത പാലിക്കുമ്പോൾ നീ അതിലേറെ എത്രയോ ജാഗ്രത പാലിക്കണം. തിന്മ നിന്നെ നശിപ്പിക്കാൻ അത്രയേറെ പരിശ്രമിക്കുമ്പോൾ നീ എന്തേറെ ഉണർവുള്ള മകനായിരിക്കണം, മകളായിരിക്കണം. സഹോദര, സഹോദരി, ഈശോ പ്രതീക്ഷിക്കുന്നു നിന്നെ അനേകരെ ഉണർത്താൻ, വീണുപോകുന്ന അനേകരെ ഉയർത്താൻ ഈശോ നിന്നെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ജാഗ്രത പാലിക്കാൻ നിന്റെ മനസ്സിൽ തീരുമാനമുണ്ടാകണം. മറ്റൊരു കാര്യം, വിശ്രമം തേടാതെ, വിജയം നോക്കാതെ, ചെയ്യുന്ന അധ്വാനങ്ങൾക്ക് പ്രതിഫലമുണ്ടോ, സമ്മാനമുണ്ടോ, അങ്ങനെ ശ്രദ്ധിക്കാതെ നീ അങ്ങ് അധ്വാനിച്ചോ. നിന്റെ അധ്വാനങ്ങൾക്ക് സമ്മാനമുണ്ട്, ഒരിക്കലും ഒരു അമ്മ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. +2 പഠിക്കുന്ന ഒരു മകനെ കുറിച്ച് എന്നോട് പറഞ്ഞു, ഈ മകനില്ലാത്ത ചീത്ത സ്വഭാവമില്ല, എല്ലാ രീതിയിലും ലഹരി വസ്തുക്കളുടെ അടിമയാണ്, തെറ്റായ കൂട്ടുകെട്ടുണ്ട്, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തും, പ്രാർത്ഥനാശേഷമില്ല, മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കത്തില്ല, വീട്ടിലെന്നും ഈ മകനെക്കുറിച്ച് ഭാരമാണ്. ഈ മകൻ്റെ പേര് പറയാൻ പോലും ആർക്കും ഇഷ്ടമില്ല. വീട്ടിലെല്ലാവർക്കും ഈ മകനോട് അരിശമാണ്, ഇഷ്ടക്കേടാണ്. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് മോനെ മറക്കാൻ പറ്റുക? ഒരമ്മയ്ക്ക് മോനെ തള്ളിക്കളയാൻ പറ്റുമോ? അവൻ പാപിയാണെന്ന് ഓർത്തിട്ട് അവനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അവന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവൻ്റെ തുണി അലക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു അമ്മയുടെ മനസ്സ് അപ്പോഴും സ്നേഹം തന്നെയാണ്. ഈ അമ്മ എന്താ ചെയ്തെന്നറിയാവോ? ഈ അമ്മ ഈ മകൻ അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെറ്റല് നിലത്ത് വിരിച്ചിട്ട് മെറ്റലയിൽ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കാൻ. ഈ മകൻ അറിയാതെ ഈ അമ്മ ഈ മകന് വേണ്ടി ഉപവാസം എടുക്കാൻ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ, ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിട്ട് അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുമ്പോൾ ആ ബലിവസ്തുക്കളോട് ചേർത്ത് ഈ മകനെയും കാഴ്ചവെക്കാൻ ഈ അമ്മ മറന്നിട്ടില്ല. സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ജപമാല മണികളിൽ കൈവിരലുകൾ അമർത്തിയിട്ട്, പരിശുദ്ധ അമ്മേ, എൻ്റെ മകന് ഇതുപോലെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ ഈ അമ്മ മറന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ? അധികം വൈകിയില്ല. ഈ മകൻ മാനസാന്തരത്തിലേക്ക് വന്നു, മിടുക്കനായി. ഇന്ന് ഈ മകൻ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ച് നല്ല ശമ്പളം വാങ്ങി അമ്മയെ അപ്പച്ചനെ എങ്ങനെ സന്തോഷിപ്പിക്കാവോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ച് അതിലേറെ അവൻ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതനായി മുന്നോട്ട് നീങ്ങുന്നു. എത്രയോ പേരുടെ പ്രാർത്ഥന, എത്രയോ പേരുടെ ഒരു ആത്മീയ സഹകരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിജയം നോക്കാതെ നീ അധ്വാനിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ സമ്മാനം നോക്കണ്ട, വിജയം നോക്കണ്ട, പരിശ്രമിക്കുക. അധ്വാനം കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്ക്. നിന്റെ മനസ്സ് ദൈവസന്നിധിയിൽ നീ ചേർത്ത് വെക്കുന്നു എങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്ക്, വീഴുന്നവരെ താങ്ങിപ്പിടിക്കാൻ നിന്റെ കരങ്ങൾക്ക് ബലമുണ്ട്. ക്രിസ്തു താങ്ങിപ്പിടിക്കുന്ന നിന്റെ കരങ്ങളെയും ബലപ്പെടുത്തും. അനേകരെ താങ്ങിപ്പിടിക്കുന്ന കരങ്ങളാണ് നിന്റെ കരങ്ങളെങ്കിൽ നിന്റെ കരത്തിന് വീണ്ടും ബലം തരാൻ ക്രിസ്തുവിന് സാധിക്കും. ക്രിസ്തുവിനോട് കൂട്ടുകൂടണട്ടോ, ക്രിസ്തുവിനോട് കൂട്ടുകൂടണം. പത്രോസിനെ ഉയർത്തിയവൻ നിന്നെയും ഉയർത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നിന്റെ അധ്വാനങ്ങളെ കാഴ്ചവെക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ വീഴ്ചകൾ അധികമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ആരുടെയും കയ്യടി വേണ്ട, ആരുടെയും പ്രോത്സാഹനം വേണ്ട, ആരുടെയും നല്ലൊരു വാക്ക്. അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ അധ്വാനം. ആരിൽ നിന്നും ഒരു സഹകരണവും ഇല്ലെങ്കിലും, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലെങ്കിലും വേണ്ട, ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, ക്രിസ്തു എൻ്റെ ഒപ്പമുണ്ട്. എന്നെ മനസ്സിലാക്കാനും എന്നെ സ്നേഹിക്കാനും എന്നെ സഹായിക്കാനും ക്രിസ്തു എൻ്റെ ഒപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ സഹോദര, സഹോദരി, നിങ്ങൾക്ക് കഴിയട്ടെ. തിബേരിയാസ് കടൽ തീരം ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളാണ്, ഇന്ന് നമ്മുടെയൊക്കെ ഇടവകകളാണ്. ഒരുപക്ഷെ ഇടവകയിലുള്ള നിന്റെ പ്രവർത്തനം, നിന്റെ കുടുംബത്തിലുള്ള ആത്മീയ ശുശ്രൂഷകൾ, നീ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നിന്റെ സഹകരണം, ആ മേഖലകളൊക്കെ ആകാം ഒരുപക്ഷെ നിന്റെ തിബേരിയാസ് കടൽ തീരം. ഈശോ കാത്തു നിൽക്കുന്നു നിന്നെ ഒന്നുകൂടെ ഉണർത്താൻ, നിന്നെ ഒന്നുകൂടെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ, നിന്നെ ഒന്നുകൂടെ വലിയ ഉണർവുള്ള ജ്വലിക്കുന്ന ശുശ്രൂഷകയാക്കി മാറ്റാൻ. നീ തളർന്നു കുത്തിയിരിക്കണത് കാണാൻ നിന്റെ ഈശോ ഇഷ്ടപ്പെടുകയല്ല. വേണ്ടാന്നും പറഞ്ഞ്, പറ്റില്ല എന്നും പറഞ്ഞ് നീ മാറിയിരിക്കണത് കാണാൻ നിന്റെ ഈശോയ്ക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെ വീണ്ടും ഉയർത്താൻ അവിടുന്ന് വരുന്നു. കുഞ്ഞുങ്ങളെ വിളിക്കുന്നു ഈശോ, കുഞ്ഞുങ്ങളെ നിന്നെ വിളിക്കുന്നു കേട്ടോ. സഹോദര, നിന്നെ വിളിക്കണത്, സഹോദരി, നിന്നെ വിളിക്കണത്. കുഞ്ഞുങ്ങളെ, ഈശോ നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കാതുകൊടുക്കാം. ആ സ്വരത്തിനനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ മാറ്റാം. ഈശോയുടെ ഇഷ്ടം, ഗുരു സാന്നിധ്യം തന്നെ നമ്മളെ ശക്തിയുള്ളവരാക്കട്ടെ. ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാം, ആ ഇഷ്ടം മാത്രം നിറവേറ്റാം. അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുപാട് വീഴ്ചകൾ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഓർമ്മയിൽ, ബുദ്ധിയിൽ, യുക്തിയിലൊക്കെ വീണു പോകുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീഴ്ചകളിൽ ശക്തിയായി മാറണേ, കൃപയായി മാറണേ,
സ്നേഹമായി മാറണേ. യേശുവേ, വലിയ സാന്നിധ്യം തന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഴ്ചകളിൽ തളരാൻ അനുവദിക്കരുതേ. വീണ്ടും ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കാൻ പരിശീലിപ്പിക്കണേ, പഠിപ്പിക്കണേ, സഹായിക്കണേ ഈശോയെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.